പ്രൈസ് ദി ലോർഡ്. വാത്സല്യ സഹോദരങ്ങളെ, മരുഭൂമിയിൽ നിലവിളിച്ച ഒരു സഹോദരിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ മരണം ഞാൻ കാണരുതെന്ന് കരുതി ആ പൈതലിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയിട്ട് ഹാഗർ മരുഭൂമിയിൽ നിലവിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, സാറ വിചാരിച്ച് കാണും, തുരുത്തിയിൽ കൊടുത്തുവിട്ട വെള്ളവും അപ്പവും ഒക്കെ അത് കഴിയുമ്പോൾ ഇവളും മകനും മരുഭൂമിയിൽ പട്ടുപോകും, മരുഭൂമിയിൽ നശിച്ചു പോകും. ഞാൻ ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ, ഞാൻ വെള്ളം കൊടുത്തില്ല എങ്കിൽ, ഞാൻ അവളെ മകനെ സംരക്ഷിച്ചില്ല എങ്കിൽ അവർ നശിച്ചു പോകും എന്ന് സാറ കരുതിയിട്ടുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ സൃഷ്ടിച്ച സർവശക്തനായൊരു ദൈവം ഏലിയാവിനെ പോറ്റിയതുപോലെ നിന്നെ പോറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം തലമുറയോർത്ത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. സ്വദേശത്തും വിദേശത്തും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, വിദേശ രാജ്യത്തിലേക്ക് അയച്ചു, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലി കിട്ടുന്നില്ല, അവിടെ വിവാഹം നടക്കുന്നില്ല. പലവിധമായ വിഷയത്തിൽ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന അമ്മമാർ, കരയുന്ന അമ്മമാർ, കരയുന്ന അപ്പന്മാർ. ഞാനൊരു കാര്യം പറയട്ടെ, നീ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയി നിലവിളിക്കുകയാണോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ നിങ്ങളോട് ദൂത് പറയുകയാണ്. നിന്റെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേട്ടു. നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു. നിന്നെ ആരൊറ്റപ്പെടുത്തിയാലും, നിന്നെ ആര് കുറ്റപ്പെടുത്തിയാലും, നിന്നെ ആരൊക്കെ ഇറക്കി വിട്ടാലും, ഹല്ലേലൂയ, സ്തോത്രം. ഏകാന്തതയുടെ തടവറയ്ക്കകത്ത് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വെളുക്കുന്നത് വരെ കിടക്കയിൽ കിടന്ന് കരഞ്ഞൊരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ കണ്ണുനീരിലേക്ക് തള്ളിവിട്ടവർ, സന്തോഷം തന്ന് ജീവിതവും തന്ന് നിങ്ങളെ വഴിയോരത്ത് ഉപേക്ഷിച്ചവർ, സ്വർഗത്തിലെ ദൈവം അത് കാണാതിരിക്കുന്നില്ല. അവർ സന്തോഷിക്കുന്നു, അവർ ചിരിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, നടക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ നിരാശയിലേക്കും കഷ്ടതയിലേക്കും തള്ളിവിട്ടവർ, നിൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയ വ്യക്തി ആര് തന്നെ ആയാലും, ആ വ്യക്തി ഇരിക്കുന്നതും നിൽക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും അവൻ്റെ ഹൃദയ വിചാരങ്ങളെയും അവൻ്റെ പോക്ക് വരവ് സകലതും കാണുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹാഗർ നശിച്ചു പോയില്ല, മരുഭൂമിയിൽ അവളെ തലമുറ തകർന്നു പോയില്ല. അവർ ദൈവം അനുഗ്രഹിച്ചു. ഇസ്മയിലിനെ ദൈവം വലിയൊരു ജാതിയാക്കി സകല രീതിയിലും സമൃദ്ധിയായിട്ട് അവരെ അനുഗ്രഹിപ്പാൻ തക്കവനിടയായി. ഹാഗറിനെ തലമുറയും കരുതിയ ദൈവം, അനുഗ്രഹിച്ച ദൈവം, അവരുടെ കണ്ണിനെ തുറന്ന ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നമ്മൾ കരഞ്ഞ് തളർന്നിരിക്കേണ്ടവരല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, അപ്പാ എന്നെക്കുറിച്ച് അങ്ങയുടെ ഹിതം എന്താണ്, എന്നെക്കുറിച്ച് അങ്ങയുടെ സ്വപ്നം എന്താണ്, ആ യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ നടത്തണമേ, നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മരുഭൂമി മാറി അതൊരു ഉദ്യാനമായി തീരും. നിങ്ങളുടെ വിലാപം മാറി നിങ്ങൾ സന്തോഷമുള്ളവരായി തീരും. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.